സുഹൃത്ത് വിളിച്ചു പറയാം, ആശോണ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ് നിവിൻ പോളി പടം പോയി കണ്ടോ, ഇയാളെ ഡിറ്റോ ഫിഗർ വലിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഞാൻ എത്ര സീനുണ്ടാ, കുഴപ്പമില്ല, ആ കിളവൻ പറയുമ്പോൾ നല്ല ചിരിയുണ്ട്, അങ്ങനെ ഡിറ്റോ ഫിഗർ ഏതോ നാടകക്കാരനാണ്. അതറിയണ സെൻസ് വേണം, സെൻസിൽറ്റ് വേണം, സെൻസർ ബോർഡ് വേണം. മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് ദിവസം എടുക്കും. എല്ലാവരും പോയി ചാടിച്ചിട്ടോ ഓവർ. നമസ്കാരം. നമസ്കാരം. എന്താ പുതിയ വിശേഷങ്ങൾ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിടുക്കാച്ചി അളിയൻ, നമ്മുടെ ജാഫറടിക്ക് ഒരു വ്യത്യസ്തമായ വേഷം ചെയ്യുന്ന കിടുക്കാച്ചി അളിയൻ എന്ന സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം റിലീസായി വൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു പാതിരാത്രി. പടം കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അത് നവ്യാനേരെ സബിൻ സാഗർ. അതെൻ്റെ ജീവിതത്തിൽ നല്ല കുഴപ്പമില്ല. ജീവിതം ഈ 2025 വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഈശ്വരൻ്റെ കാരണം കൊണ്ട് കുഴപ്പം പടങ്ങില്ല. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷമാണല്ലോ. ആക്ഷൻ ബിജുവാണ് എൻ്റെ ഫസ്റ്റ് പടം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മൊത്തം 3 ദൈവങ്ങളാണ്. എൻ്റെ അച്ഛനൊന്ന്, പിന്നെ എൻ്റെ ഷൈൻ സാർ. ഷൈൻ സാറാണ് എനിക്ക് ആ വേഷം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ മൊബൈൽ കൂടി നിൽക്കത്തില്ല. എല്ലാം എൻ്റെ സാറാണ്. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടു? ഞാൻ ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസ് എന്നൊരു പരിപാടി ഞാൻ ചെയ്തായിരുന്നു 2012-13. അത് കണ്ടിട്ട് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ബിനുമുള്ളി ചേട്ടൻ ഒരു നിസാമോ 2 കൂടെ എൻ്റെ ഇങ്ങനെ ഓഡീഷന് പോകാൻ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഓഡീഷന് ഞാൻ പോയി ചെന്നെല്ലാം പറഞ്ഞ് താടിയും മുടിയൊക്കെ വളർത്തിക്കളാൻ പറഞ്ഞു. ഞാൻ താടിയും മുടിയൊക്കെ വളർത്തി. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മൊത്തം എൻ്റെ എന്താണ് ഈ മുടിയും താടി ഞാൻ വളർത്തില്ല. നമ്മളിങ്ങനെ നിവിൻ പോളി സാറിൻ്റെ പടത്തിൽ വേഷം വന്നത് അപ്പോൾ അങ്ങനെ സന്തോഷിച്ചു. പക്ഷേ ഒരു 1.5 വർഷം കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചൊരു പടം തീരാറായെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ ചെന്ന് സാറ് പറഞ്ഞു, ഇപ്പം നിൻ്റെ കാര്യം ഞാൻ മറന്നു പോയി. എൻ്റെ ഭവൻ അന്ന് സീതാദേവിയുടെ ഒരവസ്ഥയുണ്ട്, അതുപോലെ എൻ്റെ അന്ന് ഭൂമി കീഴെ അങ്ങോട്ട് പോകായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു മാർഗ്ഗമില്ല, നാട് മൊത്തം അറിഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി എനിക്ക് ഉമ്മൻചാണ്ടി സാറാണ്. പുള്ളിയും അറിഞ്ഞാണ്, ബാക്കി എല്ലാവരും അറിഞ്ഞു കേരളത്തിലുള്ള ആ ഒരു അവസ്ഥയുണ്ട്. ഒരവസ്ഥ മനസ്സിലാണ്. അങ്ങനെ അവിടെ ചെന്ന് സാർ പറഞ്ഞു, സാറിനെ അപ്പം എൻ്റെ അവസ്ഥ ഞാൻ കരയുന്നായി. സാർ പറഞ്ഞു, നീ കരയും വിഷമിക്കണ്ട, ഒരു തരികിട ചെയ്യാം, അതിനെ നീ വിജയിക്കണം, നിനക്ക് ഒരു പേഴ്സ് ഇല്ലേ, നിനക്ക് പിന്നെ വണ്ടിക്കൂലി തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ സ്ഥലം അപ്പോൾ ആ പടത്തിലെ പോലെ നിങ്ങൾ കണ്ട പടം കണ്ട പടത്തിൽ പോലെ എൻ്റെ മുടിയൊക്കെ നരപ്പിച്ച് ഒരു മഞ്ഞ ഷർട്ട് വന്ന് കുടിയിലിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി 2 പേര് അവിടെ നിൽപ്പടി, അവർ 2 വേഷം ഞാൻ. അപ്പോൾ അവരോട് പ്രശ്നം ഉണ്ടാക്കണം. ഇവരെൻ്റെ നിന്ന് പൈസ മേടിച്ചു, എനിക്ക് ഫുഡ് തരാൻ പറ്റും, എനിക്ക് ഫുഡ് തരും, ഇതാണ് പ്രശ്നം. ഞാൻ കുട്ടിയപ്പോൾ അഭിനയിച്ചു. അപ്പോൾ ചെല്ല് വന്ന് എന്നെ നോക്കുന്നുണ്ട്. ഏഷ്യൻ്റെ കോമഡി എക്സ്പ്രസ് ഇപ്പം കുറച്ച് പേരൊക്കെ 10 പേര് കൂടി ഒരാൾക്കാർ തിരിച്ചറിയാം, അവർ നിൽക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട്. ഇത് മറ്റേ എന്ന് പറയാം, അത് വയസ്സനാണ്. പിന്നെ പറഞ്ഞു പറഞ്ഞാൽ അവസാനം ഞാൻ പ്രശ്നം ഉണ്ടാക്കി, രൂക്ഷമായി. നമ്മുടെ പ്രൊഡക്ഷനിലെ ഒരു പ്രൊഡക്ഷനിലെ പ്രൊഡക്ഷൻ മാൻ പയ്യുണ്ടോ, ആ പയ്യ വലിയ പല കൊണ്ട് തന്നെ അടിക്കാൻ പോകും. അപ്പോൾ എൻ്റെ സാറ് ഓടി തന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, തന്നെ നമ്മുടെ പടത്തിൽ ഒരു വേഷം ചെയ്യുന്ന ഒരു കുഞ്ഞു വേഷം സാർ പറഞ്ഞു. വേഷം എനിക്ക് കുഞ്ഞു വേഷമല്ല, എൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ച് പറയാം. അങ്ങനെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം തന്നെ മാറ്റി കുറച്ച് സിനിമ. ഇന്ന് എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഇപ്പം കോബ്ര രാജേഷ് എന്നറിയപ്പെടുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊപ്ര എന്ന് പറയുന്നു. പെണ്ണുമ്പോൾ വരെ എൻ്റെ കോബ്ര അണ്ണാന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ല, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെ കൂടുതൽ അപ്പോൾ ഞാനിപ്പം സാറിന് ആഴ്ച ഒരു ദിവസം സാറിനെ വിളിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്ന മുമ്പ് നമ്മളിപ്പം അമ്പലത്തിൽ ദുഃഖം പറയാൻ പോകുമല്ലോ, അതിന് മുമ്പ് ഞാൻ എൻ്റെ സാറിനെ വിളിക്കും. കാരണം അതാണ് മെയിൻ. എൻ്റെ സാറിനെ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകത്തുള്ളൂ. എൻ്റെ സാറിന് സുഖമാണോ, സാർ അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ എന്താ സാറ് നമ്മളെ സാർ ഓരോ വിളിക്കാറുണ്ട്, ഓരോ ഉപദേശം സാർ പറയായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞ കുടിയമ്മയായിട്ട് ചെയ്തിരുന്നു. എല്ലാം പറഞ്ഞ പല പറഞ്ഞു, എനിക്ക് കുടിയും ഇത്ര വേണ്ട, സമ്മതം വേണ്ട, എൻ്റെ കൂടെ വിളിക്കുന്നുള്ളൂ, നല്ല വിളിക്കുന്നില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അത് നമ്മൾ കാത്തിരിക്കുക അല്ലേ. സെക്കൻഡ് പാർട്ടിൽ പ്രതീക്ഷിക്കാവോ? അല്ല, അതില്ലാത്ത സാറില്ല, നമ്മളൊന്നുമില്ല. സാറ് തീരുമാനിക്കണം സെക്കൻഡ് പാർട്ടിൽ രാജേഷ് വേണോ അല്ലെങ്കിൽ ആ കോബ്ര വേണോ എന്ന് സാറ് തീരുമാനിച്ചാൽ സാറിന് മനസ്സ് തോന്നിക്കട്ടെ. അതാണ് നിങ്ങൾ സാറ് കേട്ടെങ്കിൽ കോബ്ര ഉണ്ടാകണമെന്ന് അവരൊക്കെ പറഞ്ഞത്, കോബ്ര വേണമെന്ന് പറഞ്ഞത് അല്ലേ. സത്യം അല്ലേ. നമ്മളെന്താ ഈ കോബ്ര എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ ഈ ചില പോലീസുകാർ റോഡിൽ നിൽക്കുമല്ലോ, ഒരു വയർലെസ് കാണുമ്പോൾ എന്നെ കാണാൻ മേടിക്കും. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ നമുക്ക് സന്തോഷം. ഒരു കോട്ടയത്ത് നമ്മൾ കോട്ടയത്ത് ഞങ്ങൾ ഒരു ഞാൻ സ്റ്റേജ് ഷോയ്ക്ക് മിമിക്രി ആർട്ടിസ്റ്റാണ് ഷോയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ബ്ലോഗ് കിടന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പോലീസിനെ കണ്ട് ഉടനെ പറഞ്ഞു, വണ്ടി നീക്കാൻ വിളിക്കാനായിട്ട് പിന്നെ നശിപ്പിക്കരുത്, റിട്ടയർഡ് ആകാൻ വേണ്ടി 3-4 മാസം കൊണ്ട് നശിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കത്തിയില്ല. അപ്പോൾ പുറകെ വലിയ ചീറ്റ് വിളാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ ഒരു ഇത് മാറ്റി, വീടിൻ്റെ ബോർഡൊന്ന് മാറ്റാൻ പോകും.
വയർലെസ് വീടിൻ്റെ ഐശ്വര്യം എന്നാക്കാൻ പോകും. അങ്ങനെ ആഗ്രഹമുണ്ട്. ചേട്ടാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ഓവറോ എത്ര ഓവറായി ഇപ്പോൾ ആരാ വാറ്റ് ചെയ്യുന്നത്? ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? കോബ്രയോ? എടാ കോബ്രയല്ല, കിങ് കോബ്ര. ആമ്പിള്ളത്തെ നിന്നെ കയറടാ പോലീസിലെടുത്ത്. മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും. എല്ലാവരും പോയി ചാടിച്ചിട്ട് പോവാം. ഓവർ. അല്ല, അതായത് വേറൊരു സംഭവം അതാണ്. അച്ചടിശാല നീ പഠിച്ച ഇന്ത്യ അല്ല, പട്ടിണി പാവങ്ങളുടെ നിരീശ്വരുടെ വേസ്റ്റുകളുടെ കൂട്ടിക്കൊടുപ്പ് ഇന്ത്യ. അതറിയണ സെൻസ് വേണം, സെൻസിൽറ്റ് വേണം, സെൻസർ ബോർഡ് വേണം. മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും. എല്ലാവരും പോയി ചാടിച്ചിട്ട് ഓവർ. മ്യൂസിക്കും കൂടി ഉണ്ട്. ഞാനെന്താ പറയുക, ഞാൻ ഈ പടം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഈ പടം കാണും. എനിക്ക് ഇനിയിപ്പോഴും എൻ്റെ പടം തിയേറ്റർ വന്നു കഴിഞ്ഞാൽ ആരും വിളിച്ച് പറയണം. എനിക്ക് ടെൻഷൻ, നമ്മൾ സീനില്ലേ. അപ്പോൾ എന്നെ കോഴിക്കോട്, അപ്പം നമ്മൾ ഈ ആലപ്പുഴ എങ്ങും മോൻഷോ ആൾ മാറ്റില്ല. മോൻഷോ ഇവിടെ നിന്നില്ല. കോഴിക്കോട് നിന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ച് പറയാം, ആഷണാ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ് നിവിൻ പോളൊരു പടം പോയി കണ്ടോ, ഇയാളെ ഡിറ്റോ ഫിഗർ വലിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എത്ര സീനുണ്ടാ, കുഴപ്പമില്ല, ആ ക്യാമറ നല്ല ചിരിയുണ്ട്, അങ്ങനെ ഡിറ്റോ ഫിഗർ ഏതോ നാടകക്കാരനാണ്. ഞാൻ പറഞ്ഞടാ ഈ പുള്ളിയോട് സൂപ്പർ, ഭയങ്കര ചിരിയാണ് പുള്ളി വരുമ്പോൾ. ആണെന്ന് ഇനി സ്റ്റേജ് ചെയ്യാന്ന് ആ ഫിഗർ. ഭഗവാനെ പിന്നെ സ്വന്തം വിറ്റേഴ്സ് ഞാൻ എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഭാര്യ, എനിക്ക് ഭാര്യയും 2 മക്കളും എൻ്റെ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ അവിടെ എൻ്റെ സീൻ വന്നപ്പോൾ പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മ ഇരുന്ന് കരയുക എൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ. എല്ലാവരും ഈ പടങ്ങൾ അപ്പോൾ അപ്പുറത്തേക്ക് നോക്കുന്നു, ഇവരുണ്ട് ഇന്ന് കരയുന്നു, പടം മോശമാണ്, സംഭവം അവരുടെ മോനെ. അവരെ അല്ല, എൻ്റെ മോനായി അഭിനയിച്ചത്. ഇതൊരിക്കലും ഇപ്പൊ ആ സിനിമ തിയേറ്ററിൽ കാണാത്തവരാണെങ്കിൽ പോലും ആ സാധനം മാത്രം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ ഭയങ്കര നമ്മൾ ഈ ട്രോളൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ മൈമായിട്ടൊക്കെ ഈ ഞാനിപ്പം ഈ രാഷ്ട്രീയക്കാരൊക്കെ ട്രോളുകൾ നമുക്ക് എഫിലിടാൻ പറ്റില്ല, അടിയിട്ടു ഇടാറുണ്ട്. നമുക്ക് അതൊക്കെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എൻ്റെ മോളാണ് എൻ്റെ നോക്കുന്നത്. എനിക്ക് കൂടുതൽ ഒറ്റ സമയം വാട്സാപ്പിൽ കയറുക, ഒരു പാട്ട് പാടുക, പിന്നെ നമ്മൾ എൻ്റെ മോളാണ്. ഫേസ്ബുക്കിലൊക്കെ ചെറിയ ചെറിയ സ്റ്റിക്കർ കമന്റുകളൊക്കെ മറ്റേ മെയിനായിട്ട് ഇപ്പം ഇറങ്ങി മറ്റേ സാധനം ജോജി സാധനമൊക്കെ ഇങ്ങനെ. അത് ട്രെൻഡിങ് ആണ്. ഓക്കെ, താങ്ക് യു.